ടി വാസുദേവൻ നായരുടെ ഒരുപാട് കാര്യങ്ങളാണ് പല തരത്തിൽ പല കോണുകളിൽ നമുക്ക് അദ്ദേഹത്തെ വായിച്ചെടുക്കേണ്ടതുണ്ട്. കർക്കശക്കാരനായിട്ടുള്ള ടി, അല്ലെങ്കിൽ ഈ തരത്തിൽ എം ടിയെ നമ്മൾ വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ എം ടിയുടെ കഥകളും നോവലുകളും അതിൻ്റെയൊക്കെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് നായർ കുടുംബങ്ങളും നായർ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അവിടെ എം ടി പൊളിച്ചെഴുത്തുകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം വരെ ഇതിനെ എന്തോ അതിമാനുഷികമായിട്ടോ അല്ലെങ്കിൽ എന്തോ കുതിരപ്പുറത്തിരിക്കുന്നവരായിട്ട് വാഴ്ത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതേ മനുഷ്യരുടെ അതേ സമുദായത്തിൽപ്പെടുന്ന മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥയെ അവരെ അഭിമുഖീകരിക്കുന്ന അവരെ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിനെ അതേ തരത്തിൽ തന്നെ ചിത്രീകരിക്കുന്നു, അതേ തരത്തിൽ രേഖപ്പെടുത്തുന്നു എന്നിടത്താണ് എം ടി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള എഴുത്തുകാരെന്നുള്ള രീതിയിൽ ആത്മാവിലെ വേലായുധനെ നോക്കിക്കഴിഞ്ഞാലും പിന്നീട് നമ്മൾ കുട്ടിയെടുത്തിയായാലും ഓരോ പുസ്തകങ്ങൾ വായിക്കും തോറും അതിലൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം ഗോവിന്ദൻകുട്ടി അസ്രവിത്തിലെ ഒരു കഥാപാത്രമാണ് ഗോവിന്ദൻകുട്ടി. അതൊക്കെ ചുറ്റുപാടിൽ എം ഡി അനുഭവിച്ചറിഞ്ഞ എം ഡി കണ്ടും കേട്ടുമൊക്കെ അറിഞ്ഞ കഥാപാത്രങ്ങളാണ്. അതൊക്കെ ആ ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ്. കാരണം പ്രേം നസീർ അതിനെ അനശ്വരമാക്കുന്നുണ്ട്. ആ ഇരുട്ടിൻ്റെ ആത്മാവിൽ ആ വേലായുധൻ എന്ന കഥാപാത്രത്തെ കാരണം അമ്മുക്കുട്ടി ആണ് അവിടുത്തെ ഒരു സ്നേഹിക്കുന്നത്. അപ്പോൾ അവിടെ ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്കത് വീണ്ടും അതിൻ്റെ തുടർച്ചയുണ്ടോ? കാരണം അങ്ങനെ അങ്ങ് ഉള്ളിനെ പൊള്ളിക്കുന്ന കഥാപാത്രങ്ങൾ നേരത്തെ അക്ഷയ് പറഞ്ഞതുപോലെ തന്നെ അത് ആ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേലായുധൻ എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥയുടെ ഭാഗമായി ഒരു ഭ്രാന്തനായി മാറുന്ന വേലായുധൻ, പിന്നീട് പറഞ്ഞ അസുരവിത്തായി മാറുന്ന അതിലെ കഥാപാത്രം ഗോവിന്ദൻകുട്ടിയും അതും ആ ഒരു വ്യവസ്ഥയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ അന്നത്തെ സ്വന്തം കുടുംബത്തിലെ അനുഭവങ്ങളെയൊക്കെ തന്നെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അതിനെ എഴുത്തിലൂടെ എത്തിക്കുമ്പോഴും അതിന്റെ ശരികേടുകൾ അല്ലെ ധൈര്യത്തോടുകൂടി പറയാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ തരത്തിൽ രേഖപ്പെടുത്താൻ അദ്ദേഹത്തിന് ശ്രമിച്ചു എന്നുള്ളിടത്താണ് ഒരുപക്ഷെ നമ്മൾ അദ്ദേഹത്തിന് ആ വിമർശനത്തിലുള്ള മറുപടി. മറ്റൊന്ന് എം ടിക്കെതിരായിട്ടുള്ള ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള വിമർശനം എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങൾ അദ്ദേഹം അങ്ങനെ പ്രതികരിക്കേണ്ടതുണ്ടോ? എഴുത്തുകാർ എല്ലാ വിഷയത്തിലും പ്രതികരിക്കേണ്ടതുണ്ടോ? അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം ഈ നമ്മുടെ നേരത്തെ ഒരു പ്രതികരണം വന്നപ്പോൾ പറയുകയായിരുന്നു എം ഡി ഒത്ത് ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എം ഡി കല്യാണ വീട്ടിൽ പോയിട്ട് പോലും അദ്ദേഹം ചിരിക്കുന്നില്ല. അപ്പോൾ ചിരിക്കാത്ത എം ഡിയോട് ചോദിക്കുന്നു, ഒരു കല്യാണ വീടല്ലേ, ഒന്ന് ചിരിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? കാരണം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഒരു ചിരി എന്ന് പറയുമ്പോൾ അത് ഉള്ളിൽ നിന്നാണ് വരേണ്ടത്, മനസ്സിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ സന്തോഷ് അദ്ദേഹം ഒരു ഫോട്ടോ, അതായത് മാതൃഭൂമി പുരസ്കാരം കിട്ടുന്ന സമയത്ത് ആ പുരസ്കാരം സ്വീകരിക്കുന്ന എം ടിയുടെ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ നമുക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പത്രാധിപർ അദ്ദേഹത്തെ വിടുന്നു, എം ടിയുടെ അടുത്തേക്ക് വിടുന്നു. അപ്പോൾ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടുന്നു. എം ടി അപ്പോൾ തന്നെ വസ്ത്രമൊക്കെ മാറി വരുന്നു, ഫോട്ടോ എടുക്കാൻ റെഡിയായി നിൽക്കുന്നു. പക്ഷെ ഒരു ഫോട്ടോയിലും ചിരിയില്ല. അവസാനം അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വരികയാണ്, ഒന്ന് ചിരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന എം ടി അത് കഴിഞ്ഞ് കരച്ചിലടക്കിപ്പിടിച്ച് അപ്പോഴുള്ള ഫോട്ടോ എടുക്കുന്ന സന്തോഷ്, നമ്മുടെ ഫോട്ടോഗ്രാഫർ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ നാളെ അതായത് മാതൃഭൂമിയുടെ ഈ പേപ്പർ ഇപ്പോൾ തന്നെ ഓൺലൈൻ പേപ്പർ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പുഞ്ചിരി വിടർത്തുന്നത്, ഒരു ചെറുപുഞ്ചിരി എന്നൊക്കെ നമ്മൾ പറയും പോലെ എം ടിയുടെ തന്നെ ഒരു ചെറുപുഞ്ചിരി അത് പകർത്താനായി എന്ന് അദ്ദേഹം പറയുന്നു. വികാരാധീനായി കണ്ടിട്ടുള്ള കാരണം ONVയുടെ മരണത്തിൽ തുഞ്ചത്ത് ഇരിക്കുമ്പോഴാണ് ONV മരിച്ച വിവരം അദ്ദേഹം അറിയുന്നത്. അപ്പോൾ വല്ലാത്ത രീതിയിൽ അങ്ങ് ഉള്ളു പൊട്ടുന്ന ഹൃദയവേദനയോടുകൂടിയാണ് അന്നത്തെ എം ഡിയെ കാണുന്നത്. എം ഡി പിന്നീട് പ്രസംഗിക്കാൻ വരുമ്പോഴും ആ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അറിയാവുന്ന ആളുകൾ എന്ന് പറയും. അത് അദ്ദേഹത്തെ പറ്റി അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗാന്ധിജി മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്ന സമയത്തും ചങ്ങമ്പുഴ മരിച്ചു എന്നുള്ള വാർത്ത അറിയുന്ന സമയത്തും, ചങ്ങമ്പുഴ മരിച്ചു എന്ന് പറയുമ്പോൾ വളരെ വികാരാധീനായി പൊട്ടിക്കരയുന്ന എം ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ നഷ്ടം അനുഭവപ്പെടുമ്പോൾ ഗാന്ധിജി മരിച്ചപ്പോൾ അത്രയില്ല. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രമണൻ ആവർത്തിച്ച് വായിച്ചിട്ടുള്ള ചങ്ങമ്പുഴയോട് അത്രമേൽ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരാധിച്ച എം ടി എന്നുള്ള വാസു എന്ന് പറയുന്ന ആ ചെറുകുട്ടിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ആ തരത്തിൽ എഴുത്തിനോടും എഴുത്തുകാരോടും ഒക്കെ അഭേദ്യമായ വിധത്തിലുള്ള സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവരെ അദ്ദേഹം ഒപ്പം തന്നെ ഈ പറയേണ്ട കാര്യങ്ങൾ നിശ്ചിതമായി തന്നെ പറയുമായിരുന്നു, കണിശമായി പറയുമായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ള കടുത്തൊരു വിമർശനം. അത് സ്വാഭാവികമായും അന്നൊക്കെ ആളുകൾ ചോദിക്കുമായിരുന്നു, കാരണം താങ്കളെ പോലെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷവുമായിട്ടൊരു ആഭിമുഖ്യം പുലർത്താത്തത് എന്ന്. അന്ന് എം ഡി പറയുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ റഷ്യ ഇല്ലെന്ന് ആയിരുന്നു. റഷ്യ കാരണം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ കണ്ട് വളർന്ന ദേശീയ പ്രസ്ഥാനത്തിനൊപ്പമൊക്കെ അതിൻ്റെ ഒരു ഐഡിയോളജിയിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് എം ടി. എന്തായാലും അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വലിയ മനുഷ്യനാണ് ഇന്നിപ്പോൾ ആ സിതാരയിൽ ചേതനയേറ്റ് കിടക്കുന്നത്.